സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലെക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ലെക്ചർ ഷെഡ്യൂൾ പ്രകാരം ലെക്ചർ നമ്പർ 11, 12, 13, 14, 15 ഇത്രയും ലെക്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിന് തന്നെ പല പല ഫോമുകളാണ്. ഫസ്റ്റത്തെ പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ബേസിക് ടെർമിനോളജീസ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു കൺസെപ്റ്റാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ നമുക്ക് വരുന്നൊരു കൺസെപ്റ്റാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ വരുന്നൊരു കൺസെപ്റ്റാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് മെയിൻലി ഈ ഒരു ലെക്ചറിനകത്ത് കവർ ചെയ്യാനായിട്ട് ഉള്ളത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനേഷനുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ ടോസിങ് ഓഫ് എ കോയിൻ അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ, ഇതൊക്കെ നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ്സ് ആയിട്ട് പറയാം. ഇനി റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഫ്രം എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് റൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടാവുന്ന ഏതൊക്കെ പോസിബിൾ വാല്യൂസ് ഉണ്ട്, അതാണ് നമ്മുടെ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. റാൻഡം വേരിയബിളിനെ നമ്മൾ എക്സ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുവാണ് ഒരു ഇവൻറ്റിനകത്ത് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി, 2 കോയിൻ എറിയുമ്പോൾ ഒരു ഹെഡെങ്കിലും കിട്ടാനുള്ള പോസിബിലിറ്റി. സോ നമുക്ക് ഒന്നെങ്കിൽ 0 ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ 1 ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ 2 ഹെഡ് കിട്ടാം. സോ ഇതെല്ലാം നമ്മുടെ റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് റാൻഡം വേരിയബിളിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് സൂചിപ്പിക്കും. ഓക്കെ, പി ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് സൂചിപ്പിക്കും. സോ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ബി നമ്പർ അപ്പിയറിങ് ഓൺ ത്രോയിങ് ദ ഡൈ. ഒരു ഡൈ എറിയുമ്പോൾ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂസ് ആസ് ഷോൺ എബവ്. അതായത് 1, 2, 3, 4, 5, 6 ഇത് ഏത് വേണേലും എക്സിന് വാല്യൂസ് ആയിട്ട് എടുക്കാം. സോ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഈസ് 1/6. ഓക്കെ, ഇനി നമ്മൾ ഡൈക്കകത്ത് ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് 3/6. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗ്രാഫാണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ റാൻഡം വേരിയബിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂസ്. ഓക്കെ, സോ ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ എക്സും പി ഓഫ് എക്സും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, എക്സിനെ നമ്മളെപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്, ആൻഡ് പി ഓഫ് എക്സിനെ നമ്മൾ വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു. സോ എങ്ങനെയാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിപ്പോൾ ഡൈ അറിയുന്നതാണെങ്കിൽ നമുക്ക് 0 to 6 വരെ വരാം. അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ മെയിൻലി നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സപ്പോസ് നമ്മളൊരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നു, അതിനകത്ത് എത്ര ഹെഡ് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 3 കോയിൻസ് ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഹെഡ് വരാതെ ഇരിക്കാം, അല്ലെങ്കിൽ 1 ഹെഡ് വരാം, അല്ലെങ്കിൽ 2 ഹെഡ് വരാം, അല്ലെങ്കിൽ മാക്സിമം 3 ഹെഡ് വരാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ കേസിലും നമ്മൾ പ്രോബബിലിറ്റീസ് നോക്കുകയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് 0 ഹെഡ് എന്ന് പറയുന്നത് 1/8 ആണ്. 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 3 വാല്യൂസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 3/8. 2 വരാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നതും 3/8, ആൻഡ് 3 വരാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/8. സോ നമുക്ക് പല പോസിബിലിറ്റി വാല്യൂസ് കിട്ടി. സോ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിന് ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, അല്ലാതെ 1.1, 1.2, 1.001, 1.1 ബാർ എന്നുള്ള വാല്യൂസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെ വരുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ 2 ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. ഒന്നാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, രണ്ടാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസിക്കലി ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഓക്കെ, പ്രോബബിലിറ്റി ഡിസ്ക്രീറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ്
140 സെൻറ്റിമീറ്ററിൻ്റെയും 142.5 ഇടയിൽ വരാനുള്ള പോസിബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റാൻഡം വേരിയബിൾ 140 വരാം, 140.3 വരാം, 140.35 വരാം, 140.37 വരാം, അല്ലേ? ഒരു കണ്ടിന്യൂസ് റേഞ്ചാണ് വരുന്നത്. സോ അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് എക്സ്പെക്റ്റേഷൻ. എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇവൻറ്റ് കുറേ തവണ ചെയ്യുവാണെങ്കിൽ, കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ലോങ് ടേം ആവറേജ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ലോങ് റൺ ആവറേജ് കിട്ടും. അതായത് ഒരു 35 തവണ ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു 27 തവണ ഹെഡ് വരുവാണെങ്കിൽ ഞാൻ പറയും അടുത്ത ഹെഡ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ആ ഒരു ലോങ് ടേം ആവറേജിനെയാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, അതായത് നമുക്ക് സപ്പോസ് എൻ്റെ കൺസെപ്റ്റ് കാണിച്ചു തരാം. നമുക്ക് എക്സും പി ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ. ഓക്കെ, സോ എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3 ഇതെല്ലാമാണ് നമുക്ക് എക്സിന് വരാവുന്ന പോസിബിൾ വാല്യൂസ്. ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരാനുള്ള പോസിബിലിറ്റി 1/8 ആണ്, 3 വരാനുള്ള പോസിബിലിറ്റി 1/8 ആണ്, 1 വരാനുള്ള പോസിബിലിറ്റി 3/8 ആണ്, 2 വരാനുള്ള പോസിബിലിറ്റി 3/8 ആണ്. സോ നമ്മൾ ഈ ഓരോന്നും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഇസ് 0, ദിസ് ഇസ് 3/8, ദിസ് ഇസ് 6/8 ആൻഡ് ദിസ് ഇസ് 3/8. ഓക്കെ, സോ 12/8 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ. അതൊരു ഡിസ്ക്രീറ്റിൻ്റെ കേസിലാണ്. ഓക്കെ, ഇനി നമ്മളൊരു കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്നൊരു കൺസെപ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ഇൻ്റഗ്രലാണ് എടുക്കുന്നത്. കാരണം 1ൻ്റെയും 1.01 ഇടയ്ക്ക് ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആ ഒരു ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻ്റഗ്രൽ എടുക്കണം. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ ഇൻ്റഗ്രൽ -∞ ടു +∞ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് എക്സ്പെക്റ്റേഷൻ. ഇനി ഇവിടെ നമുക്ക് എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രോബ്ലമാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ദ സെയിം തിങ് വിച്ച് ഐ ഹാവ് എക്സ്പ്ലെയിൻ നൗ. കമ്മിങ് ടു ദ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ നമുക്ക് 2 ഔട്ട്കംസേ ഉള്ളൂ, ഒന്നെങ്കിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാൻ നേരത്ത് ഹെഡ് കിട്ടിയാൽ നമ്മൾ സക്സസ് എന്ന് പറയുകയാണെങ്കിൽ ടെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ സക്സസ് ഈസ് ഗെറ്റിംഗ് ഹെഡ്, ഫെയിലിയർ ഈസ് ഗെറ്റിംഗ് ടെയിൽ. അപ്പോൾ അവിടെ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. സോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 - p ഇൻറ്റു 1 - x. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. സോ ഇത് എഴുതി വെച്ചാൽ മതി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 - p ഇൻറ്റു 1 - x. ഓക്കെ, ഇതിൽ എക്സിൻ്റെ വാല്യൂസ് വരുന്നത് 0 അല്ലെങ്കിൽ 1. ഇതാണ് നമുക്ക് വരുന്ന പോസിബിൾ വാല്യൂസ്. ഓക്കെ, സോ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇസ് ഈക്വൽ ടു പി. കാരണം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. സോ വി ആർ നോട്ട് ഗോയിങ് ഫോർ ദ ലോങ് ടേം ആവറേജ്, നമ്മൾ ആ ഒറ്റ പോസിബിലിറ്റി മാത്രം എടുക്കുന്നു. ആൻഡ് ദ വേരിയൻസ് ഇസ് ഡിനോട്ടഡ് ആസ് പി ഇൻറ്റു 1 - p. ഓക്കെ, സോ ഈ ഒരു 3 കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വാട്ട് ഇസ് ദ വാട്ട് ഇസ് ദ പി എം എഫ്, വാട്ട് ഇസ് ദി എക്സ്പെക്റ്റേഷൻ ആൻഡ് വാട്ട് ഇസ് ദി വേരിയൻസ്. പക്ഷേ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സിലബസിലില്ല. സോ ഇതത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു 3 പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സ്പാൻഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണെന്നൊക്കെ നമുക്ക് പറയാം. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് റാൻഡം ഒക്കറൻസസ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് കേസസ് ഫ്രം ദ 2 ക്ലാസ്സസ് ഓഫ് ഡൈക്കോട്ടമസ് വേരിയബിൾ ഇൻ സാമ്പിൾ ഡ്രോൺ ഫ്രം സച്ച് എ പോപ്പുലേഷൻ. ഇത്രയൊക്കെ കേട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾ തിയറിക്ക് എഴുതേണ്ട സാധനങ്ങളാണ്. ഓക്കെ, തിയറിക്ക് നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇതാണ്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെർ ദ പ്രോബബിലിറ്റി പി ഓഫ് ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് ഈസ് സെയിം ഇൻ ഓൾ ദ ട്രയൽസ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു 1000 കോയിൻസ് ടോസ് ചെയ്യുവാണ്. 1000 കോയിൻസ് ടോസ് ചെയ്യുവാണെങ്കിൽ ഈ 1000 കോയിൻസിനകത്തും സക്സസ് എന്ന് പറയുന്ന പിയും ഫെയിലിയർ എന്ന് പറഞ്ഞ ക്യൂ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ആവാം, ക്യൂ എന്ന് പറഞ്ഞാൽ ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ആവാം. ഇത് ഈ 1000 കേസിലും സെയിം ആയിരിക്കും. അതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. So there are 2 possibilities, either a success or a failure, and that is repeated multiple times. Okay, and there are only 2 events in each tail. ഓരോ ട്രയലിനകത്തും നമുക്ക് 2 ഇവൻറ്റ്സേ ഉള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഓക്കെ,
ഇതാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ലൈക്ക് യു ആർ ടോസിങ് 1000 കോയിൻസ്, യു ആർ ടോസിങ് എ കോയിൻ ഫോർ 10,000 ടൈംസ്, 1,00,000 ടൈംസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊരു 3 കണ്ടീഷൻസ് ഉണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ. ഒന്ന്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മസ്റ്റ് ബി ഫിക്സ്ഡ്. രണ്ടാമത്തത്, ഈച്ച് ഒബ്സർവേഷൻ ഓർ ട്രയൽ ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ്. മൂന്നാമത്തത്, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് എക്സാക്ട്ലി സെയിം ഫ്രം വൺ ട്രയൽ ടു അനദർ ട്രയൽ. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അതായത് എത്ര ഒബ്സർവേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ഫിക്സ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 1000 കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കോയിൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി അല്ലെങ്കിൽ അതായത് 1000 തവണ നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈച്ച് ഒബ്സർവേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ്. അതായത് ആദ്യത്തെ ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹെഡ് കിട്ടിക്കൂടാന്നില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് എക്സാക്ട്ലി സെയിം ഫ്രം വൺ ട്രയൽ ടു അനദർ. അതായത് ആദ്യത്തിനകത്ത് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണെങ്കിൽ അടുത്തതിനകത്തും ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 തന്നെയായിരിക്കും. അല്ലാതെ ഒരു ബയാസ്ഡ് എക്സ്പെരിമെൻറ്റ് ഇവിടെ വരുന്നില്ല. ഇതാണ് എൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു മെയിൻ സാധനം എന്ന് പറഞ്ഞതാണ് വാട്ട് ഈസ് ദി PMF, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF ആണ് ഈ ഒരു ഇക്വേഷനിൽ കാണിക്കുന്നത്. P of x is equal to NCX P raised to x Q raised to n minus x. ഓക്കെ, NCX P raised to x Q raised to n minus x, ഇതാണ് ഫോർമുല വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ റിട്ടൺ ആസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ. അതാണ് നമ്മുടെ NCX എന്ന് പറഞ്ഞിട്ടോ, നമ്മൾ നേരത്തെ പഠിച്ച സാധനം തന്നെ. NCR is equal to n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുവാണ് ലൈക്ക് നമ്മുടെ കയ്യിൽ 5 കോയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 5 ലെറ്റേഴ്സിനെ എനിക്ക് 3 ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ 5C3 എന്നാണ് പറയുന്നത്. ഓക്കെ, എത്രതിൻ്റെ കോമ്പിനേഷനായിട്ട് അറേഞ്ച് ചെയ്യണം, അതാണ് ഈ 6 എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് എത്ര തവണ നമ്മൾ ആ ഒരു ഇവൻറ്റ് ആ ഒരു ഇവൻറ്റ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 1000 കോയിൻസ് അറിയണം എന്ന് പറയുവാണെങ്കിൽ നമ്മളവിടെ എടുക്കുന്നതായിരിക്കും n വാല്യൂ നമ്മൾ 1000 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ആ ഒരു ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കണം. P of x is equal to NCX P raised to x Q raised to n minus x. ഇതിനകത്ത് എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര അപ് ടു n വരെയാണ് വാല്യൂസ് പോസിബിളായിട്ട് വരാൻ പറ്റുന്നത്. ഇതിൽ P എന്ന് പറയുന്ന സക്സസ് ആണ്, Q എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മളൊരു ഇവൻറ്റിൽ പറയുവാണ് ഹെഡ് കിട്ടിയ സക്സസ് എന്ന് പറയുകയാണെങ്കിൽ ആ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആയിരിക്കും. Q എന്ന് പറഞ്ഞാൽ ഫെയിലിയറിൻ്റെ പോസിബിലിറ്റി ആണ്. സോ ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി ആയിരിക്കും അവിടുത്തെ Q എന്ന് പറയുന്നത്. ഓക്കെ, സോ Q ഈസ് ഈക്വൽ ടു 1 മൈനസ് പി, കാരണം ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഓൾവേസ് 1. സോ P പ്ലസ് Q ഈസ് ഈക്വൽ ടു 1, സോ Q ഈസ് 1 മൈനസ് പി. ഓക്കെ, ഇവിടുത്തെ എക്സ്പെക്റ്റേഷൻ്റെ ഫോർമുലയാണ് NP ആൻഡ് വേരിയൻസിൻ്റെ ഫോർമുലയാണ് NPQ, ഓർ നമുക്ക് NP ഇൻറ്റു 1 മൈനസ് പി എന്നും കൊടുക്കാം. ആൻഡ് മീൻ ഇസ് സെയിം ആസ് വേരിയൻസ്. അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. വേരിയൻസും മീനും സെയിം ആണ്. ഇതൊക്കെയാണ് നമുക്ക് യൂഷ്വലി വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വേരിയൻസ് ഈസ് ഡാഷ്, അല്ലെങ്കിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ വേരിയൻസ് ആണോ, മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് ആണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂഷ്വലി ചോദിക്കാറുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ആൻഡ് വേരിയൻസ് ഇസ് സെയിം, ദാറ്റ് ഇസ് NPQ. ഇതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ജസ്റ്റ് സ്റ്റഡി ദ റിസൾട്ട്. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് നിങ്ങളൊരു കമ്പാരിസൺ ടേബിളായിട്ട് വരച്ച് വയ്ക്കുക. വാട്ട് ഈസ് ദി PMF, what is the value of E, what is the value of variance, and what is the value of mean. ഇങ്ങനെ 4 ടേബിളായിട്ട് വരച്ച് വയ്ക്കുക. ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഫോർ ദ 4 ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അറ്റ്ലീസ്റ്റ് 3 ടൈപ്സ്, നമ്മുടെ ബൈനോമിയൽ, പോയിസൺ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 എണ്ണത്തിൻ്റെയും വാല്യൂസ് എങ്കിലും പഠിച്ചു വയ്ക്കാൻ നോക്കാം. ഓക്കെ, അത് കൂടാതെ നമ്മൾ വേറെയും കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ലൈക്ക് ദ Z ടെസ്റ്റ്, അല്ലെങ്കിൽ Z ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ F ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും നമുക്ക് ഈ പറയുന്ന മാതിരി നമ്മുടെ PMF PDF ഒന്നും നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഫോർ ദീസ് 3 ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സോ റൈറ്റ് ഇറ്റ് ആസ് എ ടേബിൾ ആൻഡ് ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാൻ നോക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. നമുക്കൊരു കോയിൻ 10 തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാണ്? ഓക്കെ, സോ 10 തവണ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി. സോ ദാറ്റ് മീൻസ് വി ആർ ലുക്കിംഗ് അറ്റ് 10C6. ഓക്കെ, 10C6 P raised to 6 Q raised to 10 minus 6. ഓക്കെ, ഇവിടെ ഹെഡ് ടെയിൽ 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. സോ ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണ്, ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി 1/2 ആണ്. സോ ഇറ്റ് ഈസ് 10C6 ഇൻറ്റു 1/2 raised to 6 ഇൻറ്റു 1/2 raised to 4. ഓക്കെ,
സോ ദിസ് ഈസ് 1/2 എന്ന് കിട്ടി. സോ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1024. പിന്നെ 10C6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 10C6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ ഇൻറ്റു 10 മൈനസ് 6 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. ഓക്കെ, സോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഇപ്പം നമുക്ക് n ഫാക്ടോറിയൽ ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 1. ഇതാണ് n ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നമ്മുടെ കയ്യിൽ 5 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്യണം. 5 ഫാക്ടോറിയൽ ഈസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആയിരിക്കും. ഓക്കെ, സോ ഇതിലൊരു എക്സെപ്ഷണൽ കേസ് വരുന്നതെന്ന് പറയുന്നത് സപ്പോസ് നമുക്കൊരു 1 ഫാക്ടോറിയൽ ഈസ് 1 ആൻഡ് 0 ഫാക്ടോറിയൽ ഈസ് ഓൾസോ 1. ഈ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. 1 ഫാക്ടോറിയൽ ഈസ് 1 ആൻഡ് 0 ഫാക്ടോറിയൽ ഈസ് ഓൾസോ 1. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസസ് നോക്കാം. വാട്ട് ഈസ് NCN? ഓക്കെ, NCN ആൻഡ് n മൈനസ് XCX, ഈ രണ്ട് പോസിബിലിറ്റീസ് നോക്കാം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് 3C3യും കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സപ്പോസ് നമുക്ക് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ഇത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. 3C1 വി ക്യാൻ കാൽക്കുലേറ്റ്. ഓക്കെ, ദിസ് വൺ നമുക്ക് വേണ്ടി വരത്തില്ല. ഈ രണ്ട് കേസസ് നമുക്കൊന്ന് വാല്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 3C3 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 0 ഫാക്ടോറിയൽ. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെയും 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്നാണ് വരുന്നത്. ദിസ് ഇസ് 1. സോ ദിസ് ഇസ് സെയിം ആസ് 1. അപ്പോൾ NCN എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? NCN എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു റിസൾട്ട്. പിന്നെ 3C1 അല്ലെങ്കിൽ നിങ്ങൾ ജനറലായിട്ട് NC1 എടുത്തു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഓക്കെ, സോ ദിസ് ഈസ് സെയിം ആസ് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ ആൻഡ് താഴെ നിങ്ങൾക്ക് n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. സോ ദിസ് ആൻഡ് ദിസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. സോ നിങ്ങൾക്ക് n എന്ന് കിട്ടി. സോ NC1 എന്ന് പറയുന്നത് എന്തായിരിക്കും? NC1 എന്ന് പറയുന്നത് n ആയിരിക്കും ആൻഡ് NCN എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട്. NC1 ഇസ് ഈക്വൽ ടു n ആൻഡ് NCN ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ രണ്ട് റിസൾട്ട് എപ്പോഴും ഓർത്ത് വയ്ക്കുക. സോ NCN ഇസ് ഈക്വൽ ടു 1 ആൻഡ് NC1 ഇസ് ഈക്വൽ ടു n. ഈ രണ്ട് റിസൾട്ടും നമുക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് വരാറുണ്ട് കാൽക്കുലേഷൻസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. സോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ. സോ ഇതിനെ നിങ്ങൾക്ക് വെട്ടിക്കളയാം. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. സോ 3 ഇൻറ്റു 2 ഈസ് 6, 4 ഇൻറ്റു 2 ഈസ് 8. ഇത് രണ്ടും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് ദിസ് ഈസ് 3. സോ 30 ഇൻറ്റു 7 ദാറ്റ് ഈസ് 210. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ഇറ്റ് ഈസ് 0.2050 എന്നൊരു വാല്യൂ ആണ് കിട്ടുന്നത്. സോ എനി വെയിറ്റ് വിൽ ബി ലെസ് ദാൻ 1. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. എപ്പോഴെങ്കിലും ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് 1 പോയിൻറ്റ് സംതിങ് കിട്ടുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് റോങ്. ഓക്കെ, സോ ദാറ്റ് വാസ് അബൌട്ട് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റെയർ ഇവൻസിൻ്റെ കേസാണ്. ഓക്കെ, റെയർ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമുക്ക് ഒരു ബുക്കിനകത്ത് പ്രിൻറ്റിങ് എററിൻ്റെ പോസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു സ്ക്രൂ നിർമ്മിക്കുന്ന കമ്പനിക്കകത്തൊരു ഡിഫക്റ്റീവ് സ്ക്രൂ വരാനുള്ള പോസിബിലിറ്റി, അങ്ങനത്തെ കേസിൽ ഇപ്പം ഒരു ഹ്യൂമൻസിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിഫക്റ്റീവ് ജീൻ വരാനുള്ള പോസിബിലിറ്റി, നമ്മൾ റാൻഡമായിട്ട് എടുക്കുന്ന ഒരു ജീൻ എടുത്തു കഴിഞ്ഞാൽ അത് ഡിഫക്റ്റീവ് ആവാനുള്ള പോസിബിലിറ്റി, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്ര റെലവൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് റെയർ ഇവൻറ്റ്സ്. സോ ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ബൈ ഹോഴ്സ് കിക്കിംഗ് ഇൻ ദ പ്രഷ്യൻ ആർമി. എത്ര പേര് കുതിരയുടെ ചവിട്ടേറ്റ് ചാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിരുന്നു ഈ ഒരു തിയറി, ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് പോയിസൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ മിക്ക സാധനവും നമുക്കൊരു ഡെറിവേഷനായിട്ടൊന്നും കൊണ്ടുവരാമെന്ന് പറ്റത്തില്ല. നമ്മളിങ്ങനെ ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ തിയറീസ് അങ്ങ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എംപെരിക്കൽ ഫോർമുലാസൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന പോലെ ആകാം സംഭവിക്കുന്നത് എന്നൊരു അസംഷൻ വെച്ചിട്ട് നമ്മൾ ഓരോ ഫോർമുലാസ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ്.
സോ അത് തന്നെയാണ് നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനും. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PMF is equal to e⁻⁻x/x അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എക്സ്പോണൻ്റ് ആണ്. എക്സ്പോണൻ്റെ വാല്യൂ 2.7 ആണ് വരുന്നത്. ലാംഡ എന്ന് പറയുന്നത് ആവറേജ് നമ്പർ ഓഫ് സക്സസ് ആണ്. നമുക്ക് ഒരു സക്സസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം സക്സസ് വരാനുള്ള പോസിബിലിറ്റി വളരെ റെയറാണ്. സോ നമ്മളൊരു ലോങ് ടേം ആവറേജ്, അതാണ് നമ്മൾ ലാംഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് ടേം ആവറേജ് നമ്മൾ നേരത്തെ വേറൊരു പേരൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് വാസ് കോൾഡ് എസ് എക്സ്പെക്റ്റേഷൻ. എക്സ്പെക്റ്റേഷൻ ഈസ് ഓൾസോ ഈക്വൽ ടു മീൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, എക്സ്പെക്റ്റേഷൻ ഈസ് ഈക്വൽ ടു മീൻ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഈസ് ഈക്വൽ ടു ലാംഡ. എല്ലാം ഇവിടെ ലാംഡയാണ്. ലാംഡയാണ് നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനെ മൊത്തത്തിൽ അരച്ച് കലക്കി എന്താ ചെയ്യുന്നത്, കുടിക്കുന്ന ഒരാൾ. ഓക്കെ, സോ ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും ചെയ്യാം. ബിക്കോസ് P(x) = S is equal to e⁻⁻ ലാംഡ റേസ് ടു x ഡിവൈഡഡ് ബൈ x ഫാക്ടോറിയൽ. പിന്നെ അത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോവാം. ഓക്കെ, ബാക്കി എല്ലാ സാധനവും ലാംഡ ആയിരിക്കും. ആൻഡ് ദിസ് ലാംഡ ഈസ് കോൾഡ് എസ് ദ പാരാമീറ്റർ. ഓരോത്തിനകത്തും നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഇൻ ദ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ഇതിനകത്തൊക്കെ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സാണ് വരുന്നത്. വൺ ഇസ് എൻ എന്താണെന്ന്, വട്ട് ഇസ് പി. എൻ എന്ന് പറഞ്ഞാൽ എത്ര തവണ ഒരു ഇവൻറ്റ് നടക്കുന്നു, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സക്സസ്. ഓക്കെ, ഇനി നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ, ദാറ്റ് ഈസ് ലാംഡ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നൊട്ടേഷൻസ് കൊടുക്കാറുണ്ട്. സോ ലൈക്ക് നമുക്ക് എക്സാമിന് ബി ലൈക്ക് സപ്പോസ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് given as B25,1/2. ഓക്കെ, B25,1/2 അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? NCx P⁻x Q⁻n−x അല്ലേ? അപ്പോൾ Q എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 - 1/2. സോ ദാറ്റ് ഈസ് 1/2. ഓക്കെ, നമുക്ക് എൻ വാല്യൂ കിട്ടി. എൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ നമുക്കൊരു കേസ് കൂടെ തരും, ലൈക്ക് വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 10 ഹെഡ്സ്. അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ എക്സിൻ്റെ വാല്യൂ 10 എന്ന് ഇട്ട് കൊടുക്കും. ഓക്കെ, സോ ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. സോ വാട്ട് ഈസ് ദിസ് പെർട്ടിക്കുലർ ടേം എന്നുള്ളതൊന്ന് ഐഡിയ ഉണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. സോ ദാറ്റ് ബ്രിങ്സ് us ടു ദി എൻഡ് ഓഫ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ആവറേജ് നമ്പർ ഓഫ് ഹോംസ് സോൾഡ് ബൈ എ റിയാലിറ്റി കമ്പനി is 2 homes per day. Assuming Poisson distribution, what is the probability that exactly 3 homes will be sold tomorrow? യൂഷ്വലി 2 ആണ് വിൽക്കുന്നത്, പക്ഷേ ഒരു റെയർ ആയിട്ട് അടുത്ത ദിവസം 3 വിൽക്കാനുള്ള പോസിബിലിറ്റി എത്ര? സോ P(x) = e⁻⁻ x ഫാക്ടോറിയൽ. അപ്പോൾ എല്ലാ വാല്യൂ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ലാംഡ ഈസ് 2. ലാംഡ എന്ന് പറഞ്ഞാൽ ആവറേജ് ആയിട്ട് എത്ര നടക്കും? സോ ആവറേജ് ആയിട്ട് 2 എണ്ണം വിൽക്കുന്നത്. സോ ലാംഡ ഈസ് 2. ആൻഡ് വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ വാല്യൂ ഇസ് 3. സോ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെസ്റ്റ് ഇൻസിഡൻസ് മെഷർ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ബർത്ത് ഡിഫക്ട്സ് മെഷർ ചെയ്യാനോ, അല്ലെങ്കിൽ റെയർ ഡിസീസസോ കാർ ആക്സിഡൻറ്റ്സ് മെഷർ ചെയ്യാനോ, ട്രാഫിക് ഫ്ലോ, നമ്പർ ഓഫ് ടൈപ്പിംഗ് എറേഴ്സ്, അല്ലെങ്കിൽ ഹെയർ ഫൗണ്ട് ഇൻ മക്ഡൊണാൾഡ്സ് ഹാംബർഗേഴ്സ്, സ്പ്രെഡ് ഓഫ് എൻ എൻഡേഞ്ചേർഡ് ആനിമൽ ഇൻ ആഫ്രിക്ക, ഫെയിലിയർ ഓഫ് എ മെഷീൻ ഇൻ 1 month. ഇതിനൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഈ പറയുന്ന പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, റെയർ ഇവൻറ്റ്സിനാണ് നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വാസ് ഓൾ അബൌട്ട് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ അടുത്തൊരു ലെക്ചറിൽ ഫുള്ള് നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് കോൾഡ് എസ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ.